കഹ്ഫിന്റെ പ്രത്യേകതയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന ഒരു സംഗതി, സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആൾ അന്ത്യനാളിൽ ദജ്ജാൽ വരുമ്പോൾ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ സൂറത്തുൽ കഹ്ഫ് ഓതണമെന്നില്ല, അതിന്റെ ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ മതി, അല്ലെങ്കിൽ അവസാനത്തെ 10 ആയത്ത് ഓതിയാൽ മതി എന്നും ഹദീസുകളിലുണ്ട്. അന്ത്യനാളിൽ ഒറ്റക്കണ്ണൻ ദജ്ജാൽ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പലരും പല രൂപത്തിൽ പല കഥകളിൽ കേട്ടിട്ടുള്ള ഒറ്റക്കണ്ണൻ ദജ്ജാൽ വരുമ്പോൾ ആ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് പഠിക്കുന്ന ആളുകൾക്ക്, അവർ അത് മനസ്സിലാക്കി ഓതുന്ന ആളുകൾക്ക് പറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും, ഈ സൂറത്തുൽ കഹ്ഫ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസമുള്ള ഒരു സംഗതിയൊന്നുമല്ല. 10 ആയത്ത് എന്ന് പറയുമ്പോൾ അത്രയും പ്രയാസമില്ല. ഒരാൾ ഇത്തിരി ശ്രമിച്ചാൽ ആദ്യത്തെ 10 ആയത്ത് അല്ലെങ്കിൽ അവസാനത്തെ 10 ആയത്ത് പഠിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള ഒരു സംഗതിയല്ല, വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പഠിച്ചത് കൊണ്ട് മാത്രം ദജ്ജാൽ എന്ന് പറയുന്ന ആ ഒരു ഭീകര ജീവിയുടെ ഉപദ്രവത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ലോകം അവസാന നാളിലേക്ക് അടുക്കുമ്പോൾ, അന്ത്യനാളിലേക്ക് അടുക്കുമ്പോൾ, ഒറ്റക്കണ്ണൻ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈ സൂറത്ത് കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇതിലെ ആദ്യത്തെയോ അവസാനത്തെയോ 10 ആയത്തുകൾ പഠിച്ചത് കൊണ്ട് മാത്രം സാധ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പൊള്ളയായ ഒരു വർത്തമാനം പറയൂല. വെറുതെ കാണാതെ പഠിച്ച് ഓതിയത് കൊണ്ട് ഒറ്റക്കണ്ണൻ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. മാഅദല്ലാഹ്, ഒരിക്കലും അങ്ങനെ പറയില്ല. ആ പറഞ്ഞതിന് വളരെ അർത്ഥവത്തായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായിട്ടുള്ള ഈ സൂറത്തുൽ കഹ്ഫ് മുസ്ഹഫിന്റെ ഒത്ത നടുക്ക് വരുന്ന സൂറത്താണ്. മുസ്ഹഫ് നമ്മളിങ്ങനെ എടുത്ത് 2ആയിട്ട് വിടർത്തിയാൽ അതിന്റെ ഏറ്റവും മധ്യഭാഗത്ത് വരുന്ന സൂറത്താണ്. 15-ാമത്തെ ജുസുഇൽ വരുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം വൽ യതലത്തഫ് എന്ന പദമാണ്, ഒത്ത നടുക്ക് വരുന്ന പദം. അതുകൊണ്ട് ആ പദത്തിനെ ചില മുസ്ഹഫുകളിൽ ഇത്തിരി കനപ്പിച്ച് ബോൾഡായിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, എന്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് അന്ത്യനാളിൽ നമ്മുടെ രക്ഷയ്ക്കെത്തും? ആരാണ് ഈ ദജ്ജാൽ? എന്തുകൊണ്ട് അവൻ ഒറ്റക്കണ്ണനായി? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ പണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമുള്ള ആളുകൾക്കൊക്കെ പലതും ഈ ഒറ്റക്കണ്ണൻ ദജ്ജാലിനെ കുറിച്ചുള്ള പല കഥകളും ഓർമ്മയുണ്ടാവും. ആ കഥകളൊക്കെ പല തഫ്സീറുകളിൽ, ഖുർആൻ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുറപ്പാണ്, അങ്ങനെ ഒരു വ്യക്തി, ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടും ഭൂമിയിൽ. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം. അതൊരു വ്യക്തി, ആ വ്യക്തിയെ എവിടെയോ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അതിനെ കണ്ട ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക് കഥ പറയുന്നുണ്ട്. ആ കഥയെ പിന്നീട് സഹാബികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയോ ഉണ്ട്, അയാൾ അന്ത്യനാൾ വരുമ്പോൾ പ്രത്യക്ഷപ്പെടും. അതൊരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, ഈ ദജ്ജാലിന് ഒറ്റക്കണ്ണ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ജീവിത വീക്ഷണത്തെ കുറിക്കുന്നതാണ് എന്ന് പല പ്രമുഖ പണ്ഡിതന്മാരും തഫ്സീറിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒറ്റക്കണ്ണൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണുന്ന, ഈ ലോകത്ത് ഒരു പ്രത്യേകമായ വീക്ഷണം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ഇസമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു ചിന്താ രീതിയാണ്. ആ ചിന്താ രീതി ലോകത്ത് വ്യാപകമാകുന്നതിനെ കുറിച്ചാണ് ഈ ഒറ്റക്കണ്ണൻ ദജ്ജാൽ വരും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥത്തിലും അതിനെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനം. ഈ രണ്ടും, അതായത് ഒരു വ്യക്തി തന്നെ പ്രത്യക്ഷപ്പെടാം, ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ അത് ഈ ലോകത്ത് പ്രചരിക്കുന്നത്, അത് രണ്ടും അന്ത്യനാളിനോട് അടുത്ത് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ചോദ്യം, എന്താണ് ഈ ഒറ്റക്കണ്ണ് എന്ന് പറയുന്നത്? നോക്കൂ, നമ്മൾ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ദീൻ, ഈ ദീൻ വളരെ സന്തുലിതമാണ്. സന്തുലിതമാണ് എന്ന് പറഞ്ഞാൽ, നമ്മളോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി എടുക്കണം, സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, ആ പണം ചെലവഴിക്കണം, നമ്മുടെ അടുത്ത ആളുകൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കണം, പണമില്ലാത്തവർക്ക് ഷെയർ ചെയ്യണം, അതിൽ നിന്ന് നിർബന്ധമായ സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് അല്ലാത്ത മറ്റ് ബാധ്യതകളും അതിലുണ്ട്.
അങ്ങനെ പണം ആധുനികമായ ജീവിതത്തിന്, ഭൗതികമായ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർബാധം നിർവഹിക്കാൻ, അള്ളാഹു അനുവദിച്ചിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് നിർബാധം നിർവഹിക്കാൻ അള്ളാഹു നമ്മളോട് അനുവാദം നൽകിയിരിക്കുന്നു, നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. അങ്ങനെ ചെയ്തേ പറ്റൂ. ഒരാൾക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളല്ല, എനിക്ക് പരലോകം മതി, അതുകൊണ്ട് ഈ ദുനിയാവിലെ ഒരു കാര്യവും എനിക്ക് ബാധകമല്ല, ഞാൻ പണിയെടുക്കില്ല, ഞാൻ പണം സമ്പാദിക്കില്ല, ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ കുടുംബജീവിതം നയിക്കില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ആളുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, നിങ്ങളെക്കാളൊക്കെ തഖ്വയുള്ള ആൾ ഞാനാണ്. റസൂൽ പറഞ്ഞതാണ്, ഞാൻ വിവാഹം കഴിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പ് വിടുന്നു, ഞാൻ രാത്രി നിന്ന് നമസ്കരിക്കുന്നു, ഉറങ്ങുന്നു. ഈ ഒരു സന്തുലിതാവസ്ഥ, അതായത് ഭൗതിക ജീവിതവും പാരത്രിക ജീവിതവും തമ്മിലുള്ള ഒരു സന്തുലിതമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് രണ്ട് കണ്ണ്. ഈ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സന്തുലിതമായ കാഴ്ചപ്പാടാണ്. ഒരു കണ്ണിലൂടെ നമ്മൾ ഭൗതിക ജീവിതത്തെ നോക്കിക്കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ എന്നെന്നും ജീവിക്കുന്ന ആളുകളെ പോലെ ഇവിടെ പ്രവർത്തിക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അഅ്മൽ ലിദ്ദുനിയ കഅന്നക തഈഷു അബദൻ വഅഅ്മൽ ലിൽ ആഖിറതി കഅന്നക തമൂതു ഗദൻ. ദുനിയാവിന്റെ കാര്യം വരുമ്പോ ഈ ഭൂമിയിൽ എന്നെന്നും ജീവിക്കുന്ന ഒരാളെ പോലെ നീ പ്രവർത്തിക്കണം. വഅഅ്മൽ ലിദ്ദുനിയ കഅന്നക തഈഷു അബദൻ വഅഅ്മൽ ലിൽ ആഖിറ. എന്നാൽ പരലോകത്തിന്റെ കാര്യം വരുമ്പോ, ആത്മീയതയുടെ കാര്യം വരുമ്പോ നീ എങ്ങനെ ജീവിക്കണം? കഅന്നക തമൂതു ഗദൻ, നാളെ മരിക്കുന്ന ഒരാളെ പോലെ. അത്രത്തോളം മരണത്തിന് തയ്യാറായിക്കൊണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേടിക്കൊണ്ട്, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ജീവിക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ണുകൾ. ഒന്ന് ഭൗതികതയിലേക്ക് തുറന്നു വെച്ച കണ്ണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളെ, ഇവിടുത്തെ എല്ലാവിധ നാഗരികതകളുടെ, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ, ഇവിടുത്തെ ഒരു കൾച്ചറൽ സാംസ്കാരികമായ ഒരു ഉന്നമനത്തിന്റെ, ധാർമ്മികമായ ഒരു കെട്ടിപ്പടുക്കലിന്റെ, സാമ്പത്തികമായ പരമോന്നതമായ ഒരു അവസ്ഥയുടെ ഈ എല്ലാ കാഴ്ചപ്പാടും നമുക്ക് വേണം. അവിടെ ഒരു മുസ്ലിം ഏറ്റവും നല്ല ഭൗതികവാദിയായിരിക്കും. ഭൗതികവാദി എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ഈ ഭൂമിയെ അക്സറ മിമ്മ അമറുഹ, ഈ ഭൂമിയെ ഹുവല്ലദീ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ, വസ്തഅമറകും ഫീഹാ, അവൻ നിങ്ങളെ ഈ ഭൂമിയിൽ ഇസ്തിഅമാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്തിഅമാർ എന്ന് പറഞ്ഞാൽ തഅമീർ, ഈ ഭൂമിയുടെ നിർമ്മാണാത്മകമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏർപ്പെടണം. എന്നാൽ അങ്ങനെ ഭൗതികമായി ചിന്തിക്കുകയും ഭൂമിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പരമോന്നതമായ നാഗരികതകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു കണ്ണ് പരലോകത്തേക്കായിരിക്കും. ഒരു കണ്ണ്, ഏറ്റവും സുപ്രധാനമായ കണ്ണ് നമ്മൾ തുറന്നു വച്ചിട്ടുള്ളത് അള്ളാഹുവിലേക്ക് എത്താനുള്ള ആ ഒരു കണ്ണാണ്. ആ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന നിയമങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ നടപടിക്രമങ്ങളും, ഇവിടുത്തെ ഓരോ നിലപാടുകളും, ഇവിടെ സംഭവിക്കുന്ന ഓരോ സംഗതികളും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് മാത്രം അനുഗുണമായി സംഭവിക്കുന്ന ഒരു സംഗതിയാണ് എന്നൊരു സത്യവിശ്വാസി മനസ്സിലാക്കുന്നു. ഈ നിലപാട്, രണ്ട് കണ്ണുകളും തുറന്നു വച്ച ഒരു നിലപാടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒറ്റക്കണ്ണൻ ദജ്ജാലിന്റെ പ്രശ്നം ഈ ഒരു കണ്ണ് മാത്രമേ ഉണ്ടാവൂ. അത് ഭൗതികതയിലേക്ക് മാത്രം തുറന്നു വെച്ച കണ്ണാണ്. ആ കണ്ണിന്റെ പ്രത്യേകത ഭൗതികത മാത്രമേ കാണൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഉണ്ടായതാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടുത്തെ മാത്രം ജീവിതത്തിന് വേണ്ടി സംഭവിക്കുന്ന ഒന്നാണ്. നമുക്ക് ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വ നഹ്യ, ഈ ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മൾ മരിച്ചു പോകുന്നു. അഇദാ മിത്നാ വ കുന്നാ തുറാബൻ അഇന്നാ ലനുബഅസൂൻ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മണ്ണായി എല്ലും തുരുമ്പുമായി പോയതിനു ശേഷം പിന്നീട് അവസാനം ഞങ്ങൾ പുനർജീവിപ്പിക്കുമെന്നാണോ പറയപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന ഭൗതികതയുടെ കണ്ണ്, ആ കണ്ണിനെയാണ് ദജ്ജാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ആശയം വ്യാപകമാകുമ്പോൾ ഇന്നത്തെ ലോകത്ത് നിങ്ങൾ നോക്കൂ, ഇന്ന് നിങ്ങൾ TV തുറന്നു നോക്കൂ. വേണ്ട, TV ഇപ്പോൾ പലതുപോലെ ആരും തുറക്കാറില്ല. മറിച്ച് TV അല്ല ഇപ്പോൾ തുറക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുറക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. സ്മാർട്ട് ഫോണുകളിൽ ആപ്പുകളാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അതൊക്കെ എടുത്തു നോക്കൂ. ഓരോ റീൽസും, ഓരോ ഷോർട്സും, ഓരോ ട്വീറ്റും, ഓരോ പോസ്റ്റും
നമ്മളോട് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ ജീവിതം ഇതിനേറ്റവും മനോഹരമാക്കുക, ഇതിനേറ്റവും മഹത്തരമാക്കുക, ഇവിടെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കുക. അതുമാത്രമേ ഒരൊറ്റ കണ്ണുകൊണ്ട് തുറന്ന ആ ഒരു ജീവിത വീക്ഷണം മാത്രമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ദീനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്. പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള ചോദ്യങ്ങൾ കേട്ടിരുന്നത് യുക്തിവാദികൾ എന്ന് വിളിക്കുന്ന വല്ലാതെ ഒന്നും പോപ്പുലാരിറ്റി ഇല്ലാത്ത, ഒരുപാട് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലാത്ത ആളുകളിൽ നിന്നായിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിനെതിരെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ഈ സമൂഹത്തിന്റെ അകത്തുനിന്നാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി തന്നെ ഉണ്ടായി വന്നിരിക്കും. ഞാനൊരു പഴയ മുസ്ലിമാണ്, എക്സ് മുസ്ലിമാണ്, ഒരു മുസ്ലിം ആയിരുന്നു ഞാൻ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അള്ളാഹുവിനെ കുറിച്ച്, അവൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു പരലോകത്തെക്കുറിച്ച്. അവനും അവളും ഈ ദീനിന്റെ ഓരോ കാഴ്ചപ്പാടുകളും ചോദ്യം ചെയ്യുന്നു. അത് കേട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഈ ദീൻ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച ദീനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്? ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. പാപ്പാനോട് ചോദിക്കണം, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പ്രിയപ്പെട്ട പിതാവേ, യാ അബതി ലിമ തഅബുദു, താങ്കൾ എന്തിനെ ആരാധിക്കണം? മാ ലാ യസ്മഉ, കേൾക്കാത്ത, വലാ യുബ്സിറു, കാണാത്ത, വലാ യുഗ്നി അൻക ശൈഅ, യാതൊരു ഉപകാരവും ചെയ്യാത്ത, കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത, സംസാരിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ദൈവങ്ങളെ, അങ്ങനത്തെ വിഗ്രഹങ്ങൾ എന്തിനാരാധിക്കണം? അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് നമുക്ക് ചോദ്യങ്ങളെ പേടിയാണ്. മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് തന്നെ ചോദ്യങ്ങൾ പേടിയാകുന്നു. മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ നേരിടാനുള്ള ത്രാണിയില്ലാത്തവരായി നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നു. ചില വീഡിയോകളൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. കാരണം കണ്ടാൽ നമ്മുടെ തന്നെ ഈമാൻ ഇളകുമോ എന്ന രൂപത്തിൽ നമുക്ക് തന്നെ പേടി വരുന്നു. എപ്പോഴാണ് നമ്മളത് അങ്ങനെ ആയത്? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അഫലാ തഅഖിലൂൻ അഫലാ തുബ്സിറൂൻ അഫലാ തതദക്കറൂൻ അഫലാ തദബ്ബറൂൻ. ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ സ്മരിക്കുന്നില്ലേ? എന്നൊക്കെ പറഞ്ഞ് ചിന്തയ്ക്ക്, മനനത്തിന്, പഠനത്തിന്, ഗവേഷണത്തിന്, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനൊക്കെ റീസണിങ്, റേഷണയിൽ കണ്ടെത്തുക, ഇതിനൊക്കെ എല്ലാ അർത്ഥത്തിലും പ്രചോദനം നൽകിയ, പ്രോത്സാഹനം നൽകിയ ഒരു ദീനിന്റെ ആളുകൾ ഇന്ന് ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുന്നുണ്ടെങ്കിൽ പ്രശ്നം ദീനിനല്ല, മറിച്ച് ആ ദീനിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമുക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, മനസ്സിലാക്കുന്നവർ അത് പഠിക്കട്ടെ, മനസ്സിലാക്കുന്നവർക്ക് ചിന്തിക്കും. ഈ ദീൻ അങ്ങനെയാണ്. അഫലം യസീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, എന്നിട്ട് നോക്കൂ എന്താണ് സംഭവിച്ചത്. മുമ്പ് കടന്നുപോയിട്ടുള്ള, കളവാക്കിയ, അള്ളാഹുവിനെ കളവാക്കിയ, പടച്ചവന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത ഒരുപാട് കൊലകൊമ്പന്മാരെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തില്. നമ്രൂദ് പറഞ്ഞല്ലോ, അന ഉഹി വ ഉമീത്, നിങ്ങൾ എന്തായി പറയുന്നത്? അള്ളാഹ്ണോ സൃഷ്ടിമരണങ്ങൾ അല്ലെങ്കിൽ ജനിമൃതികളുടെ കാരണക്കാരൻ ഞാനാണല്ലോ. കാരണം ഞാൻ വിചാരിക്കുന്ന ആളെ എനിക്ക് കൊല്ലാൻ പറ്റും, ഞാൻ വിചാരിക്കുന്ന ആളെ എനിക്ക് വെറുതെ വിടാൻ പറ്റും. കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബിക്ക് ഉദാഹരണം. ജയിലിൽ കിടക്കുന്ന രണ്ടാളെ വിളിച്ചു, ഒരാളെ തട്ടിക്കളഞ്ഞു, മറ്റാളോട് പൊക്കോളാൻ പറഞ്ഞു. കണ്ടോ, അന ഉഹി വ ഉമീത്, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇബ്രാഹിം നബി തർക്കിക്കാൻ പോയില്ല അയാളോട്. ഇല്ലാത്ത ജീവൻ ഉണ്ടാക്കുന്നതാണ് അള്ളാഹു എന്ന് പറയാൻ പോയില്ല, മറിച്ച് അയാൾ ഉത്തരം മുട്ടിക്കാൻ ഒരൊറ്റ ചോദ്യം കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുത്തിട്ടു. എങ്കിൽ അള്ളാഹുവാണ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നത്, നിനക്ക് പറ്റുമെങ്കിൽ അതിനെ പടിഞ്ഞാറെന്ന് കൊണ്ടുപോവാ. അപ്പോൾ അയാളുടെ മുഖം ചൂടിഞ്ഞു പോയി, അയാളുടെ ഉത്തരം മുട്ടിപ്പോയി. ഈ ദീനിൽ എല്ലാവർക്കും ഉത്തരം മുട്ടും. ഇതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മളൊരു ഹദീസ് കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വയസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നുണ്ടെങ്കിൽ, ആ പ്രവാചകന്റെ ജീവചരിത്രം നമ്മൾ എത്ര ആവർത്തി വായിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കണം. ആവർത്തി വേണ്ട, മുഴുവനായി ഒരു തവണയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ കുറിച്ച് വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനെ കുറിച്ച് സംശയം ചോദിക്കുന്നു. ഈ ഗ്രന്ഥം
ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണെന്ന് വിശ്വസിക്കാൻ ഇത്രയും ആധുനികമായ AI കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നാണമില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഈ ഖുർആൻ പറയുന്നത് എന്ന് ഒരു തവണ, ഒറ്റ തവണ, ഒരു പേജ് മുതൽ പേജ് വരെ, ഫാത്തിഹ മുതൽ നാസ് വരെ വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഭാഷാപരമായ സൗന്ദര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അതിന്റെ സാഹിത്യമായ മൂല്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൽ പറഞ്ഞിരിക്കുന്ന 1000-ൽ പരം ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൽ അള്ളാഹു പ്രവർത്തിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയ ധാരാളം ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? മനുഷ്യന്റെ ഈ ഭൂമിയിലെ സകല ജീവിതത്തിന്റെയും അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സമഗ്രമായ ഗ്രന്ഥത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്താത്തവരാണ് ഖുർആന്റെ ആയത്തിനെ കുറിച്ച് പറയുന്നത് ഇത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന്. എവിടെ നോക്കിയിട്ട വീഡിയോ, ആരോ പറഞ്ഞ ഒരു പ്രസംഗം, ആരുടെയോ ഒരു എഴുത്ത്, ഇത്രയും വായിച്ചിട്ട് ഈ ദീനിനെ ചോദ്യം ചെയ്യാൻ ആരും മുതിരരുത്. ചോദ്യങ്ങൾ ചോദിക്കാം, ഇതിനെ ധാരാളമായി ചോദിക്കാം. പക്ഷെ ആ ചോദിക്കുന്നത് ഇതിനെ പഠിച്ചിട്ടായിരിക്കണം, ഇതിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം, ഇതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കണം. എങ്കിൽ ഏതു ചോദ്യത്തെയും നേരിടാൻ പറ്റുന്ന ഒരു ധൈര്യം ഈ പ്രസ്ഥാനം നമുക്ക് നൽകുന്നുണ്ട്, ഈ ദീൻ നമുക്ക് നൽകുന്നുണ്ട്. ഏത് ചോദ്യത്തെയും ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള, അതിനു മാത്രം പ്രമാണബദ്ധമായി സമഗ്രമായി നൽകാനുള്ള ഒരു ആത്മവിശ്വാസം ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ചോദ്യങ്ങളെ നേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിക്കുക എന്നതാണ് രണ്ട് കണ്ണുള്ള ആളുകളുടെ അവസ്ഥ. മറിച്ച് ഒറ്റ കണ്ണാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയില്ല. അവർ ഇങ്ങനെ നേരിട്ട് മാത്രം ചിന്തിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം ചിന്തിക്കുന്നു. കണ്ണിനപ്പുറത്തേക്കുള്ളത്, കാണാമറയത്തുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല, അവർ അതിന് തയ്യാറുമല്ല. അതുകൊണ്ട് ഒറ്റക്കണ്ണൻ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ സൂറത്തുൽ കഹഫ് നമ്മളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഈ ദീനിന്റെ ഏറ്റവും അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ സഹായം എങ്ങനെയാണ് സൂറത്തുൽ കഹഫിൽ അള്ളാഹു പറയുന്ന ആ ആദ്യത്തെ 10 ആയത്തിലെ ചെറിയ 1-2 ഉദാഹരണം ഞാൻ പറയാം. ഒന്നാമത്തെ ആയത്ത് എടുത്തു നോക്കൂ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും ആ അള്ളാഹുവിനാകുന്നു. അല്ലദീ, അവൻ, അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ സ്വന്തം ദാസന് ഈ വേദഗ്രന്ഥം, ഈ വിശുദ്ധ ഖുർആൻ ആകുന്ന സമഗ്രമായ ഒരു ഗ്രന്ഥം അവൻ നൽകിയിരിക്കുന്നു. വലം യജ്അൽ ലഹു ഇവജ, ഈ വേദഗ്രന്ഥത്തിൽ യാതൊരുവിധ വക്രതയും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഭൂമിയിൽ ഒരുപാട് വക്രതയുണ്ട്, ഒരുപാട് വളവും തിരിവുണ്ട്. പക്ഷെ ഈ ദീനിൽ ഒരു വളവും തിരിവുമില്ല. ഇത് 1400 വർഷം മുമ്പ് എന്ത് നന്മയാണോ അത് ഇന്നും നന്മയാണ്. അന്ന് എന്ത് തിന്മയാണെന്ന് പറഞ്ഞോ അത് ഇന്നും തിന്മയാണ്. മദ്യം എനിക്ക് കുടിക്കാൻ പറ്റില്ല, അത് ഹറാമാണ് എന്നല്ല പറയേണ്ടത്. മദ്യം എനിക്ക് കുടിക്കാൻ പറ്റില്ല, അത് ഹറാമാണ് എന്നല്ല. മദ്യം എനിക്ക് കുടിക്കാൻ സാധ്യമല്ല, കാരണം അത് തിന്മയാണ്. അതാണ് സ്റ്റാൻഡേർഡ്. പലിശ എനിക്ക് വേണ്ട, അത് ഹറാമാണ് എന്നല്ല പറയേണ്ടത്. പലിശ എനിക്ക് നിഷിദ്ധമാണ്, പലിശ ഞാൻ തിന്നില്ല, കാരണം അത് ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിലെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അടിത്തറയെ തകർക്കുന്നു, അതുകൊണ്ട് പലിശ പറ്റില്ല. വ്യഭിചാരം, അതിനെനിക്ക് സമീപിക്കുക പോലും സാധ്യമല്ല, അത് ഹറാമായതുകൊണ്ടല്ല, മറിച്ച് ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് മ്ലേച്ഛമാണ്, അത് ഈവിളാണ്, അത് മോശം വഴിയാണ്, അത് കുടുംബ ഭദ്രതയുടെ അടിസ്ഥാനത്തെ തകർക്കുന്നു, അത് സമൂഹത്തിൽ അധാർമികത പ്രചരിപ്പിക്കുന്നു, സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലിനെ അത് തകർത്തു കളയുന്നു എന്ന് പറയാൻ സാധിക്കണം. ക്യാമ്പസിൽ, കോളേജിൽ, യൂണിവേഴ്സിറ്റികളിൽ, ജോലി സ്ഥലത്ത് ഒക്കെ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി അതാണ്. നമുക്കൊരു ഇവജില്ല, നമ്മുടെ ധാർമ്മികത വളയില്ല, നമ്മുടെ ധാർമ്മികത കയ്യമൻ, അത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഏത് വെള്ളപ്പൊക്കത്തിലും ഏത് മലവെള്ളപ്പാച്ചിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിരതയാർന്ന ഒരു ആശ്രയമാണ് ഈ വിശുദ്ധ ഖുർആൻ. അവിടെ നമ്മൾ വഴുതി പോകില്ല, അവിടെ നമ്മൾ ചാഞ്ചാടി പോകില്ല, അവിടെ നമ്മുടെ മനസ്സിന് ഇളക്കം സംഭവിക്കില്ല. ഇതാണ് വലം യജ്അൽ ലഹു ഇവജ, ഖയ്യിമൻ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഈ ദീനിന്റെ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിൽ അഭിമാനം കൊള്ളുന്നു അവർ. ഈ ദീനിന്റെ നിർദ്ദേശങ്ങളെ, നമസ്കാരം,
നമസ്കാരം നിർബന്ധമായതുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു. 5 നേരം പള്ളിയിൽ പോയേ പറ്റൂ, എൻ്റെ വാപ്പ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ മൗലവി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു എന്നല്ല. മറിച്ച് ആ നമസ്കാരത്തിലൂടെ എനിക്ക് എൻ്റെ നാഥനുമായി സംസാരിക്കാൻ സാധിക്കുന്നു. എൻ്റെ ആത്മാഭിമാനത്തെ അത് ഉയർത്തിപ്പിടിക്കുന്നു. എനിക്ക് മനസ്സമാധാനം ലഭിക്കുന്നു. എനിക്ക് എൻ്റെ നാഥനുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഒരു മനഃശാന്തി ലഭിക്കുന്നു. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അല്ലാതെ ഇനിയൊരു നമസ്കാരം കൂടെ ബാക്കിയുണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ചെയ്തേക്കാം എന്ന ഒരു ചടങ്ങല്ല, ഒരു കടത്ത് കഴിക്കലല്ല. അത് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. എൻ്റെ ജീവിതത്തിന് പ്രചോദനം നൽകുന്ന ഒരു കർമ്മമാണ്. ഞാൻ നോമ്പെടുക്കുന്നു, അതെല്ലാവരും റമദാനിൽ നോമ്പെടുക്കുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് ആ നോമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റബ്ബിന്റെ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകടനമാണ്. അവൻ ആ നോമ്പുമായിട്ട് ഞാൻ നാളെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കവാടം തന്നെ സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. അതെനിക്ക് ആരോഗ്യപരമായ ചില ഗുണങ്ങൾ നൽകുന്നുണ്ടാകാം. ആ നോമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രയാസമൊക്കെ ആകാം, പക്ഷെ അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. ആ നോമ്പ് എനിക്ക് പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ്. ഇതുപോലെ ഓരോ സംഗതികളും. ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, അത് ഒരു ചെക്കാത്തല്ല, ആരെങ്കിലും കാണിക്കാനുള്ള 27-ാം രാവിന് കൊടുക്കുന്ന തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്ന പണിവല്ല അത്. മറിച്ച് എൻ്റെ സമ്പത്ത്, എനിക്ക് അല്ലാഹു നൽകിയ ഈ സമ്പത്തിന്റെ അനുഗ്രഹം ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർധനവാണത്. എൻ്റെ നമസ്കാരത്തിലുള്ള, എൻ്റെ നോമ്പിലുള്ള, എൻ്റെ സക്കാത്തിലുള്ള എൻ്റെ അഭിമാനം. അതാണ് വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ, ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ഏറ്റവും നേരെ ചൊവ്വെ നിലകൊള്ളാൻ എന്നെ സഹായിക്കുന്ന ഈ ഗ്രന്ഥം. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ, ഈ ഗ്രന്ഥം ഒരു ശക്തമായ കഠിനമായ കുഴപ്പത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്. അന്ത്യനാൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം. അത് വേറൊരു വിഷയമാണ്. അന്ന് കഠിനമായ കുഴപ്പങ്ങളുണ്ടാവും. ആ കുഴപ്പങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന, എൻ്റെ ദീനിനെ എനിക്ക് ഏറ്റവും മനോഹരമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അതിനെ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ദീനിലേക്കാണ് ഈ ഖുർആൻ എന്നെ വിളിക്കുന്നത്. അതെൻ്റെ അഭിമാനമാണ്. ആ അന്ത്യനാളിൽ ദജ്ജാൽ വരുമ്പോൾ എന്നെ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ തന്നെ രക്ഷ നേടുന്നത് ഈ സൂറത്തുൽ കഹ്ഫിന്റെ ഈ ആയത്തുകളാണ് എന്ന് പറയാൻ സാധിക്കണം. ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ കഹ്ഫിന്റെ ഈ ആയത്തുകളെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കണം. വെള്ളിയാഴ്ചയുടെ ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട്, വെള്ളിയാഴ്ചയുടെ അനുഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് അതെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന് ഈ ദീൻ നമ്മളെ പഠിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله حيث قال عز من قائل يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ നിലനിൽക്കണമെന്ന്, അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ഒരു തലമുറയെ ഈ ദീനിൻ അഭിമാനമുള്ളവരാക്കി, ഈ ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി മാറ്റുക എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭൗതികതയുടെ കുത്തൊഴുക്കാണ് നമുക്ക് ചുറ്റും. നമ്മളത് അറിയുന്നില്ല പലപ്പോഴും. നമ്മൾ പള്ളികളിൽ ആളുകൾ നിറഞ്ഞു കാണുമ്പോൾ, എല്ലാവരും നോമ്പെടുക്കുന്നത് കാണുമ്പോൾ, എല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിന് ഒന്നിച്ചു കൂടുന്നത് കാണുമ്പോൾ, എല്ലാവരും ജുമക്കൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഈ ദീൻ ഭദ്രമാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാനത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് പറയുകയല്ല, മറിച്ച് ഇതിൽ അടുത്തൊരു തലമുറ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, ഈ പ്രദേശത്തുള്ള, ഇവിടെ എത്തിപ്പെടേണ്ട ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, നല്ലൊരു ശതമാനം ഇവിടെ ഹാജരുള്ള ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ
ഹാജരില്ലാത്ത ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ എത്തുന്നില്ല, പള്ളികളിലെത്തുന്നു. ഏതു പള്ളിയുടെയും അവസ്ഥ അതാണ്. ഈ പള്ളി മാത്രമല്ല, ഏതു പള്ളിയുടെ അവസ്ഥ അതാണ്. ചെറുപ്പക്കാരിൽ, മുസ്ലിം സമുദായത്തിൽ പിറന്നു വീണ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം ഒന്നുകിൽ അവർ അലസരാണ്, ഈ ദീനിന്റെ വിഷയത്തിൽ അവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർ ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വളരുന്നു. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നേരിടാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഒന്ന്, നമുക്ക് തന്നെ ഇതിൽ അഭിമാനമുള്ളവരാകാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ പ്രമാണങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുക. അത് ഏത് പ്രായത്തിലും ഏത് സ്റ്റാൻഡേർഡിലും ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മറ്റൊരു വിഷയമാണ്, പിന്നീട് ഒരിക്കലും പറയാം. രണ്ടാമത്തത്, അടുത്ത തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് സാധിക്കുന്നവർ ഓരോരുത്തരും അവരെ ഈ ദീനിലേക്ക്, ഇതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ബോധവൽക്കരണ, വിദ്യാഭ്യാസ പ്രവർത്തനം, സംസ്കരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ആരുടെയെങ്കിലും ഏതെങ്കിലും സംഘടനയെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ മാത്രം ഏൽപ്പിച്ചാൽ പോരാ, മറിച്ച് നമ്മൾ ഓരോരുത്തരും നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ, നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ അടുത്തൊരു തലമുറയെ ഈ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന, അഭിമാനമുള്ളവരായി നിലകൊള്ളുന്നവരാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, അള്ളാഹ് പറഞ്ഞ ബാധ്യതയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ബാധ്യതയാണ്. ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, സാക്ഷിയുള്ളവർ, ഇവിടെ ഇല്ലാത്ത അസാന്നിധ്യത്തിലുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അത് സാധിക്കില്ല. പലപ്പോഴും അത് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാം, അത് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാം, അത് ചെയ്യുന്ന സംഘടനകൾ ഉണ്ടാകാം, അത് ചെയ്യുന്ന പള്ളികൾ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാം. അതിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നമ്മൾ വ്യാപകമാക്കണം. അതായത് നമുക്ക് വ്യക്തിപരമായിട്ട് ആളുകളെ കൂട്ടി സംഘടിപ്പിച്ച് ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചോളണം എന്ന് വരില്ല. നമ്മുടെ തന്നെ ജോലി തിരക്കും, നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആശയപരമായോ ബുദ്ധിപരമായോ ഒക്കെ അതിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ ജില്ലയിലൊക്കെ അത്തരം ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആലുവ അസ്ഹറുൽ ഉലൂം പോലുള്ള സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ വിദ്യാർത്ഥികളെ ഈ ദീനിന്റെ അടിസ്ഥാനം, അത് ആ ദീനിന്റെ ഏറ്റവും അടിസ്ഥാനം, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, അത് തന്നെ ആയിക്കൊള്ളുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. അത്തരം ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാവും. വിശുദ്ധ ഖുർആനിന്റെ മനപ്പാഠം, അതിന്റെ മനനം, അതിന്റെ പഠനം, അതിൽ മനുഷ്യരെ അഭിമാനമുള്ളവരാക്കി മാറ്റുന്ന ഇത്തരം ദൗത്യം നിർവഹിക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും. അത് സംഘടിതമായി ചെയ്യുന്നതിന്, അതിൻ്റെ ഏറ്റവും സ്ട്രക്ചേർഡായിട്ട് അത് ചെയ്യുന്നതിനുള്ള ആളുകളെയും സംവിധാനങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായി മാത്രമല്ല, അതിനുള്ള ധാർമ്മികമായൊരു പിന്തുണ, അത് ഈ സമൂഹത്തിൽ ഇപ്പോൾ നിർവഹിക്കേണ്ടുന്ന, ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദൗത്യമാണ് എന്നുള്ള നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പണി നമ്മൾ എടുക്കണം. കാരണം അല്ലെങ്കിൽ സംഭവിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദീൻ വളർന്നത് ഗരീബായിക്കൊണ്ടാണ്, അപരിചിതമായിക്കൊണ്ടാണ്. ഇത് വസയഊദു ഗരീബൻ, ഇത് വീണ്ടും ഒരിക്കൽ കൂടി ഗരീബായിട്ട് മാറും, ആളുകൾക്ക് അപരിചിതമായി തോന്നും. നിസ്കാരോ അതെന്തെന്നാ, ഇപ്പൊ നോക്കൂ, നമ്മൾ മുസ്ലിം സമൂഹത്തിൽ അങ്ങനത്തെ ആളുകളുണ്ട്. ഖുർആനോ അത് ജീവിതത്തിന്റെ ഭാഗമേ അല്ല. ഖുർആൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമേ അല്ലാത്ത എത്രയോ ആളുകളെ കാണാൻ പറ്റും. ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ കാണാൻ പറ്റും. ജീവിതത്തിൽ അത് ഭാഗമേ അല്ല. പ്രവാചകന്റെ ചരിത്രം അത് ഏതോ ഒരു ചടങ്ങ് പോലെ മാത്രം പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ എത്തിപ്പെടുന്ന അവസ്ഥക്ക് നമ്മൾ കാണേണ്ടി വരും. അതിന് പകരം ഇത് ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് മാറുന്ന, ജീവിതത്തിന്റെ ഒരു ദൈനംദിന സ്വഭാവമായിട്ട് മാറുന്ന, ഈ ദീനിൽ അഭിമാനമുള്ളവരായി മാറുന്ന, ആത്മവിശ്വാസമുള്ളവരായി മാറുന്നവരായിട്ട് അടുത്തൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ അർത്ഥത്തിൽ നമ്മുടേതായിട്ടുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ആ വിഷയത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ വെള്ളിയാഴ്ച ജുമാ നേരത്ത് ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു നാളെ വിശാലമായ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭമാണ് ഇത്. അതുകൊണ്ട്
നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്തസ്സോടെ, ആഭിജാത്യത്തോടെ, ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാൻ, ഈ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിനിധീകരിക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് നടപ്പിലാക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അയൽക്കാർ, ഉസ്താദുമാർ, ഗുരുവര്യന്മാർ, ശിഷ്യഗണങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, മറ്റ് ധാരാളം വിഷമതകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടങ്ങൾ വീട്ടിക്കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة معواهم. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر الإسلام والمسلمين. اللهم انصر المجاهدين الذين يجاهدون في سبيلك في كل مكان. اللهم أعد المسجد الأقصى إلى رحاب المسلمين. اللهم انصر المستضعفين في غزة. اللهم انصر المسلمين المستضعفين في غزة. اللهم انصر المستضعفين في غزة. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة.